സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പത്തനംതിട്ടയിൽ പ്രചാരണ പരിപാടി പങ്കെടുത്തിട്ട് പറഞ്ഞു അനിലിനെ AK ആന്റണി അനുഗ്രഹിക്കണമെന്ന്. ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ടോ? മകൻ എപ്പോഴും അച്ഛൻ്റെ അനുഗ്രഹം ഇല്ലേ? മകനുണ്ട്, പക്ഷെ BJP നേതാവിനില്ല. അനുഗ്രഹം എപ്പോഴും അനിൽ ആന്റണിക്കുണ്ട്. മകൻ എന്ന നിലയിൽ കുടുംബത്തിലുണ്ട്, വീട്ടിലുണ്ട്, രാഷ്ട്രീയത്തിലില്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരിക്കലും യോജിക്കില്ലാത്ത കക്ഷികളുടെ യോജിപ്പാണ്. അതാണ് ഒന്നാമത്തെ കാരണം. അത് തന്നെയാണ്. രണ്ട്, മോഡിയുടെ ഗ്യാരണ്ടിക്ക് പഴയ വിശ്വാസ്യതയില്ല. ഇവിടെ ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോകാം, പള്ളിയിൽ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട വേദപുസ്തകമോ കുരിശോ കൊണ്ടുപോകാം. മുസ്ലിങ്ങൾക്ക് മോസ്കിൽ പോകാം, നിസ്കരിക്കാം. ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോയി ഒരു കുടി നട്ടാൽ ഉടനെ മുഴുകുന്നത് എന്നർത്ഥം. 16 മണ്ഡലങ്ങളിൽ കാര്യമായ മത്സരമില്ല. കോൺഗ്രസ് UDF ന് 4 മണ്ഡലങ്ങളിൽ മത്സരം നടക്കുന്നു. ഇത്തവണത്തെ ഇലക്ഷനിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയിലും സ്ഥാനാർത്ഥിയല്ല പ്രശ്നം, നിലപാടുകളാണ്. കേരളം ഒഴിച്ചാൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ് CPM. കോൺഗ്രസിൻ്റെ ശത്രുവാരാണ് കേരളത്തിൽ LDF ആണ്. പക്ഷേ ദേശീയതലത്തിൽ ഞങ്ങളുടെ CPM എതിർക്കുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ക്യാമ്പയിൻ ആരംഭിച്ചത് മുതൽ അത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയുമാണ്. KK ശൈലജയുടെ പേരിൽ ആക്രമിച്ചാലും, KK രമയുടെ പേരിൽ ആക്രമിച്ചാലും, ഉമാ തോമസിൻ്റെ പേരിൽ ആക്രമിച്ചാലും എല്ലാ ആക്രമണവും തെറ്റാണ്. രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ല. ഒരു ദിവസം മുഴുവൻ ED അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. അവസാനം ചോദ്യം ചെയ്ത് ED ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, അങ്ങക്ക് ഇത്ര കൂളായിട്ട് ശാന്തനായി ഒരു ദിവസം മുഴുവൻ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എങ്ങനെ സാധിച്ചു? ഞങ്ങൾക്ക് ഭൂരിപക്ഷ സമുദായവും വേണം, ന്യൂനപക്ഷ സമുദായവും വേണം. ഞങ്ങളെല്ലാവരുടെയും പാർട്ടിയാണ്. എന്നാലും എൻ്റെ മകൻ BJP പോയപ്പോൾ ആദ്യം ഒരു ഷോക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ തീർന്നു, ആദ്യം കഴിഞ്ഞു. ഇപ്പോൾ മകൻ BJP നേതാവ്, ഞാൻ കോൺഗ്രസ് നേതാവ്. ഇലക്ഷൻ കാലത്തുള്ള EDയുടെ അതിർകിടന്നുള്ള ആക്ടിവിസ്റ്റ് ഞാൻ വിളിക്കുന്ന ആളല്ല. കേരളത്തിലായാലും എവിടെയായാലും. K കരുണാകരൻ കോൺഗ്രസിന് വേണ്ടി ചെയ്ത ത്യാഗം ഞങ്ങളുടെ കൂട്ടത്തിൽ ആഴ്ച ചെയ്തിട്ടില്ല. ഞാൻ ദീർഘായുസിൻ്റെ ആളല്ല. എൻ്റെ ആഗ്രഹം കിടക്കാതെ പോകണമെന്നുള്ളതാണ്. സമുന്നത കോൺഗ്രസ് നേതാവ് ആദരണീയനായ ശ്രീ AK ആന്റണിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ AK ആന്റണി. നമസ്കാരം. വോട്ടെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ തവണ 20-ൽ 19 വിജയിച്ചു. ഇത്തവണ എന്താണ് പ്രതീക്ഷ? എൻ്റെ പ്രതീക്ഷ ഇത്തവണ 20-20 ജയിക്കുമെന്നുള്ളതാണ്. പക്ഷേ പല മണ്ഡലങ്ങളിലും വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. 16 മണ്ഡലങ്ങളിൽ കാര്യമായ മത്സരമില്ല. കോൺഗ്രസ് UDF ന് 4 മണ്ഡലങ്ങളിൽ മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ ആ മത്സരം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അവിടെ രാഞ്ഞു പിടിച്ചാൽ അവസാനം 20-20 കിട്ടുന്നതാണ്. ഇപ്പോൾ 4 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടും. തൃശ്ശൂർ, വടകര, മണ്ഡലത്തിൽ പേര് വരത്തില്ല. തിരുവനന്തപുരത്ത് ഇത്തവണ 4ാമത്തെ ഊഴമാണ് ശശി തരൂരിൻ്റേത്. പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തോട് അത്ര ഒരു ഒരു വലിയ മതിപ്പില്ല, ഒരു വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള മർമറിങ് ഉണ്ട്. ഇല്ല, ശശി തരൂർ തുടങ്ങി ജയിക്കും തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ 15 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ജനങ്ങളുമായിട്ട് അത്ര ബന്ധമില്ല എന്നൊക്കെയുള്ള പല വിമർശനങ്ങൾ വരുന്നു. ഒന്നാമത് ഇത്തവണത്തെ ഇലക്ഷനിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയിലും സ്ഥാനാർത്ഥിയല്ല പ്രശ്നം, നിലപാടുകളാണ്. UDFൻ്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം രക്ഷിക്കണം, ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണം, ആ ഭരണഘടന ഒരു വഴികാട്ടി എന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ആ ഭരണഘടനയിൽ പറയുന്ന ആശയങ്ങൾ ഇന്ത്യ, ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, സെൻട്രൽ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഫെഡറലിസം, സംസ്ഥാനങ്ങളുടെ അധികാരം, ബഹുസ്വരത, വൈവിധ്യം, മതം, ജാതി, ഭാഷ, വർണ്ണം, വർഗം, വസ്ത്രം, ആഹാരം, ഇതൊന്നും ഈ വൈവിധ്യങ്ങളെല്ലാം ചേർന്നാണ് ഇന്ത്യ.
സംരക്ഷിക്കാൻ വേണ്ടിയാണോ കോൺഗ്രസ്? അത് സംരക്ഷിക്കണം. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതുപോലെ തന്നെ ആ ഭരണഘടനയിൽ സാമൂഹ്യ നീതി അജണ്ടയാണ്. ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ സംരക്ഷിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം മാത്രമല്ല, ഇന്ത്യയിലെ ജനാധിപത്യവാദികളുടെ ലക്ഷ്യം അതാണ്. അത് തകർന്നാൽ, ഭരണഘടന അട്ടിമറിച്ചാൽ, മതേതരത്വവും ബഹുസ്വരതയും പോയാൽ ഇന്ത്യ അല്ലാതായി മാറും. ഇന്ത്യയുടെ ഐക്യം തകരും, ആന്തരികശക്തി പോകും. ഇതാണ് ഞങ്ങൾ അറിയപ്പെട്ടത്. ആ ലക്ഷ്യം തന്നെയല്ലേ CPM നേതൃത്വം നൽകുന്ന LDF മുന്നോട്ട് വയ്ക്കുന്നത്? അന്നേരം ആരാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന്റെ കേരളത്തിലെ പ്രധാന എതിരാളി? ഇതിലൊരു വളരെ വിചിത്രമാണ് കേരളത്തെ സ്ഥിതി. ഇന്ത്യയിൽ 2014 2019 പ്രതിപക്ഷങ്ങളുടെ ഒരു കൂട്ടായ്മയില്ലായിരുന്നു, ഭിന്നിച്ച് നിൽക്കുകയാണ്. ആ ബ്രിട്ടീഷുകാരൻ്റെ ഡിവൈഡഡ് പോളിസി പോലെ വിഭജിച്ച് ഭരിക്കുക, അത് BJP സഹായിച്ചു. ഇന്ത്യയിൽ ഒരു ഇലക്ഷനിലും BJPക്ക് ഭൂരിപക്ഷം വോട്ടില്ല. അതെ. പക്ഷെ പ്രതിപക്ഷങ്ങളുടെ ഭിന്നിപ്പ് അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ്സാണ് മുൻകൈ എടുത്തത്. രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്, നമ്മൾ ഇത്തവണ വൻ പാർട്ടി മേധാവിത്വം കാണിക്കരുത്, പിടിവാശി ഉണ്ടാക്കരുത്, എല്ലാ സീറ്റിലും മത്സരിക്കാൻ നിർബന്ധം കാണിക്കരുതും, നമ്മൾ എത്ര സീറ്റ് മത്സരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, BJP എത്ര സീറ്റ് തോൽപ്പിക്കുകയാണ് പ്രശ്നം. ആ കോൺഗ്രസ് അങ്ങനെ നിലപാടിൽ മാറ്റം വരുത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ കൂടാൻ 28 പാർട്ടികൾ തയ്യാറായി. ആ 28 പാർട്ടികളിൽ പ്രധാനപ്പെട്ട 3 ഇടതുപക്ഷ പാർട്ടികളുണ്ട്. CPIM മാർക്സിസ്റ്റ് പാർട്ടി, CPI, ബീഹാറിലെ CPIML, ഇവർ 3 ഇട്ടുണ്ട്. കേരളം ഒഴിച്ചാൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ് CPM. അതാണ് ഞാൻ ചോദിച്ചത്. കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായി കാണുന്ന ഒരു പാർട്ടിയാണ് CPM. ഇന്ത്യ മുന്നണിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവെ CPMന് പ്രത്യേകിച്ച് ഞങ്ങളൊരു പരിഗണന കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ DMK ആണ് നേരത്തെ കൊടുക്കുന്നത്. പക്ഷേ അവിടെ 2 CPM 2 CPI. ആ CPM സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് പിടിക്കുന്നത് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഫോട്ടോ വെച്ചിട്ടാണ്. ആന്ധ്രയിൽ കോൺഗ്രസിൻ്റെ മുന്നണി, അവിടെ ലോക്സഭയിലേക്ക് ഒരു CPM 8 അസംബ്ലി സീറ്റ്. രാജസ്ഥാൻ CPMന് ലോക്സഭ സീറ്റ്. ബംഗാളിൽ അവിടുത്തെ CPM ജനറൽ സെക്രട്ടറി ജയിപ്പിക്കാൻ വേണ്ടി മുന്നണിയിൽ വർക്കുന്ന കോൺഗ്രസ്സാണ്. ത്രിപുരയിൽ പ്രിയങ്ക ഗാന്ധി പോയി ഏറ്റവും കൂടുതൽ ക്യാമ്പ് നടത്തിയത് CPM വേണ്ടിയിട്ടാണ്. അപ്പോൾ കേരളം ഒഴിച്ചുള്ള എല്ലാ സ്റ്റേറ്റുകളിലും CPM കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷി. കേരളത്തിൽ മാത്രം വ്യത്യസ്ത നിലപാട്. അത് കേരളത്തിൽ CPM ആലോചിക്കേണ്ടതാണ്. കാരണം കേരളത്തിൽ CPMും കോൺഗ്രസും തമ്മിൽ 2 മുന്നണിയാണ്. LDF സഹകരിക്കാൻ പറ്റില്ല. അല്ല, അത് അങ്ങനെയാണ്. കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യമാണ്, കെമിസ്ട്രി ഇതാണ്. പക്ഷേ കേരളത്തിലെ എതിർപ്പ് കേരളത്തിലെ പ്രശ്നങ്ങളും ആകാമായിരുന്നു. കേരളത്തിലെ പാർട്ടി നേതൃത്വത്തോട്, ഗവൺമെൻറ്റിനോട്. പക്ഷേ ദേശീയ തലത്തിൽ ഭിന്നിപ്പ് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. CPMനെ പറ്റി തെറ്റ്, കേരളത്തിലെ മുഖ്യമന്ത്രി ക്യാമ്പയിൻ ആരംഭിച്ചത് മുതൽ അത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയുമാണ്. അത്രയും ശക്തമായിട്ട് നരേന്ദ്രമോദി അറ്റാക്ക് ചെയ്യുന്നില്ല. സ്റ്റാലിൻ്റെ ഭാഷ ഒരിക്കലും പിണറായി മോഡിയെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം കേരളത്തിലെ CPMനും മുഖ്യമന്ത്രി പിണറായി വിജയനും അവരുടെ മുഖ്യ എതിരാളി നരേന്ദ്രമോദി RSSൻ്റെ പ്രത്യയശാസ്ത്രം BJP ആണോ അതോ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയാണോ അവരാണ് തീരുമാനിക്കേണ്ടത്. അല്ല, കോൺഗ്രസിൻ്റെ ശത്രു ആരാണ് കേരളത്തിൽ? കേരളത്തിൽ LDF ആണ്. പക്ഷേ ദേശീയ തലത്തിൽ ഞങ്ങളുടെ CPM എതിർക്കുന്നില്ല. 28 സഖ്യകക്ഷികളുമായി ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന കോൺഗ്രസ് മുന്നണിയിലെ ഒരു പ്രധാന പാർട്ടിയാണ് CPM. ആ പാർട്ടിയുടെ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയെ ജയിലിലടയ്ക്കാത്തത് എന്തെന്ന് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ചോദിച്ചു. അതൊരു രാഷ്ട്രീയ പക്വതയില്ലായ്മയല്ലേ?
ഈ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയ അന്ന് മുതൽ നിർഭാഗ്യം എന്ന് പറയട്ടെ പിണറായി വിജയൻ ദിവസവും രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ഉണ്ടാക്കിയൊരു പ്രകോപനപരമായ അന്തരീക്ഷം കേരളം നിൽക്കുന്നു. അല്ല, കേരളത്തിൽ LDF ആണ് എതിരാളിയെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് അവർ അറ്റാക്ക് ചെയ്യേണ്ടി വരില്ലേ? അത് കേരളത്തിലെ കോൺഗ്രസ് അറ്റാക്ക് ചെയ്ത പോരെ? രാഹുൽ ഗാന്ധി 2019 അവിടെ മത്സരിക്കുകയല്ലേ? രാഹുൽ അന്ന് ഇന്ത്യ മുന്നണി ഇല്ലല്ലോ. ഇത്തവണ ചെയ്യേണ്ടിയിരുന്നത് ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രത്യേക സാഹചര്യത്തിൽ വയനാട്ടിൽ LDF മത്സരിക്കാതെ ഇതാണ് വേണ്ടിയിരുന്നത്. അല്ല, ഇന്ത്യ മുന്നണി വന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിച്ചാൽ പോരായിരുന്നു. കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തെ എതിർക്കേണ്ട ഉണ്ടായിരുന്നു എന്നുള്ള ഇന്ത്യ മുന്നണി വരുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP ആണല്ലോ. അല്ല, സിറ്റിംഗ് MP ആണ്. അദ്ദേഹം 4 ലക്ഷത്തിൽ പരം വോട്ടിന്, ചെറിയ വോട്ടല്ല, 4 ലക്ഷത്തിൽ പരം വോട്ടിന് ഭൂരിപക്ഷത്തോടു കൂടി വയനാട്ടിലെ ജനങ്ങൾ ജയിപ്പിച്ച് അവരുടെ കുടുംബാംഗമായിട്ട് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുകയാണ്. ആ രാഹുൽ ഗാന്ധി കേരളം വിട്ടു പോകുന്നത് ശരിയാണ്? അല്ല, BJPയെ നേരിടുന്ന പ്രധാന പാർട്ടിയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് അതിൽ മുന്നിൽ നിൽക്കുന്നത്. ആ പാർട്ടിയുടെ ദേശീയ നേതാവ്, അതിൻ്റെ പരമോന്നത നേതാവെന്ന് പറയാവുന്ന ഇപ്പോൾ ഖാർഗെയാണ് പ്രസിഡന്റ് എങ്കിൽ പോലും രാഹുൽ ഗാന്ധിയിലാണ് എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് മുന്നണി നിലവിൽ വന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ മത്സരിക്കുന്നു, അമേഠിയിലോ റായ്ബറയിലോ മത്സരിക്കാതെ പോയപ്പോൾ മറ്റൊരു സന്ദേശം കൂടെ അത് നൽകുന്നുണ്ട്. കാരണം ഒളിച്ചോടുകയാണെന്ന്. ഇല്ലല്ലോ, റായ്ബറയിലെയും അമേഠിയിലെയും കാര്യം അവിടെ ഇരിക്കട്ടെ. 5ാം റൗണ്ടിലാണ് ഇലക്ഷൻ. അന്നേരം മത്സരിക്കും. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നിങ്ങൾ കാത്തിരിക്കുക. മത്സരിക്കുമെന്നാണ് പറയുന്നത്. അവിടെ നെഹ്റു ഫാമിലിയിലെ കാൻഡിഡേറ്റ് ഉണ്ടാകും. നിങ്ങൾ നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ലല്ലോ. വധേര ആയിരിക്കുമോ? വധേര ആ ഫാമിലി അല്ലല്ലോ. അന്നേരം പ്രിയങ്കയോ രാഹുലോ ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. ആരെന്ന് അവർ തീരുമാനിക്കും. അല്ല, ഇതിൻ്റെ അകത്ത് പൊതുവെ BJP ഞാൻ പറയാം, ഓരോ റൗണ്ടല്ലേ. ഇന്ന് ഫസ്റ്റ് റൗണ്ട് ഇലക്ഷൻ കഴിഞ്ഞു. ഇന്നലെ 4ാമത്തെ റൗണ്ട് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. 5ാമത്തെ റൗണ്ട് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ. അതുവരെ നിങ്ങൾ ക്ഷമ കാണിക്കുക. അല്ല, രാഷ്ട്രീയത്തിൽ ചില തന്ത്രങ്ങൾ വേണ്ടേ? ആ സസ്പെൻസ് അവിടെ ഇരിക്കട്ടെ. അതിരിക്കട്ടെ. അല്ല, കോൺഗ്രസിൻ്റെ ഒരു ഈ രാഹുൽ ഗാന്ധി പിന്നെ ഉത്തരേന്ത്യയിൽ മത്സരിക്കാതിരിക്കുന്നതിനെ BJP ആണ് ഏറ്റവും വലിയ രീതിയിൽ വിമർശിക്കുന്നത്. കാരണം സുരക്ഷിത മണ്ഡലമല്ല. അമേഠിയും റായ്ബറേലിയും ഒക്കെ വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ ഇരുന്ന് കഴിഞ്ഞ തവണ പോയി സ്മൃതി ഇറാനിയോട് അവിടെ പരാജയപ്പെടേണ്ടി വന്നു. അന്നേരം അവിടുന്ന് ഒരു ഒളിച്ചോട്ടമാണ് കേരളത്തിലേക്ക് എന്നുള്ള ആരോപണം BJP ആണ്. നിങ്ങൾ അതിൻ്റെ അത്തരം പ്രചരണങ്ങളുടെ ആയുസ് 5ാം റൗണ്ട് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീരും. അങ്ങനെയാണെങ്കിൽ പിന്നെ അന്നേരം വയനാട്ടിൽ എന്തിനാ മത്സരിക്കുന്നത്? വയനാട് നേരത്തെ മത്സരിക്കുകയല്ലേ, അവിടെ സിറ്റിംഗ് ആണ്, പുതിയതായിട്ട് മത്സരിക്കുകയല്ല. എൻ്റെ ചോദ്യത്തിന് ഞാൻ അവിടെ സ്ട്രൈറ്റ് ഉത്തരം പറയാണ്. വയനാട് രാഹുൽ ഗാന്ധി പുത്തനായിട്ട് ഇന്ത്യ മുന്നണി വന്നതിന് ശേഷം കേരളത്തിൽ മത്സരിച്ചാൽ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിലെ സിറ്റിംഗ് MP ആണ്. സിറ്റിംഗ് MP ആണ്. കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിയെ, സിറ്റിംഗ് MP ആണെങ്കിലും ന്യൂ കമർ ആണെങ്കിലും, എതിർക്കേണ്ട ഉത്തരവാദിത്തം എതിരായിട്ട് മത്സരിക്കുന്ന പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ പിണറായിക്കില്ലേ? ഞാൻ തുടക്കം മുതൽ ഇത്ര പേഴ്സണൽ അറ്റാക്ക് വേണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞില്ല. ഇത്രയും കൂടിപ്പോയി. അതിൻ്റെ ആവശ്യം കുറച്ചുകൂടെ മിതത്വം പാലിക്കണമായിരുന്നു. തുടക്കം മുതൽ മോഡിയേക്കാൾ ശക്തമായി രാഹുൽ ഗാന്ധി എതിർക്കുന്ന ഒരു നിലപാടിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയും പോയി കൂടായിരുന്നാണ് എൻ്റെ നിലപാട്. ഇറ്റ് വാസ് അഗ്രി ടു ഡിസഗ്രി. അങ്ങ് എത്രയോ തെരഞ്ഞെടുപ്പുകൾ കണ്ട വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. പക്ഷേ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുന്നണികൾ സ്ഥാനാർത്ഥികളും തമ്മിൽ വ്യക്തിഹത്യ നടത്തുന്നു, സൈബർ ആക്രമണം നടത്തുന്നു, പരസ്പരം ചെളിവാരി എറിയുന്നു. ഇങ്ങനൊന്നും മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഇത് അത്ര നല്ല പ്രവണതയാണ്. ഉദാഹരണത്തിന് വടകരയിൽ KK ശൈലജയോട് നടത്തിയ സൈബർ ആക്രമണം, അവരുടെ ചിത്രങ്ങൾ പോലും മോർഫ് ചെയ്ത് കാണിച്ചു. അതിൽ എതിർ സ്ഥാനാർത്ഥിക്ക് പങ്കുണ്ടെന്ന് അവർ ആരോപിക്കുക പോലും ചെയ്യുന്നു. എന്ത് പറയും? ഈ സൈബർ ആക്രമണം കേരളത്തിൽ പുതുതല്ല. അത് വളരെ നിർഭാഗ്യകരമായ ട്രെൻഡാണ്. അതൊരു ഒളിപ്പോരാണ്. പെൺമീഡിയയിലാകുമ്പോഴത്തേക്ക് പേര് വെച്ച് പറയണം. സൈബർ ആക്രമണം കേരളത്തിലെ ഒരു ഭീരുക്കളുടെ നിലപാടാണ്. ആ ആക്രമണത്തിന് ഏറ്റവും വലിയ ഇര ഞാനാണ്. 2004 കേരളം വിട്ടതിന് ശേഷം, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം സൈബറിൽ കൂടി നേരിട്ടുള്ള ഞാനാണ്. 2019 ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റതിന് കാരണക്കാരനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് സൈബർ ആക്രമണം വന്ന് ഭീകരമായ ആക്രമണം നടന്നതാണ്. നിങ്ങൾ പരിശോധിക്കൂ. ഭീകരമായ ആക്രമണം.
ഇതൊക്കെ ഒരു തെറ്റായ പ്രവണതയാണ്. നേരെ നേരെ എതിർക്കുക. ഒളിപ്പോരാൾ നല്ലതല്ല, ആ സംസ്കാരം നല്ലതല്ല. ആര് ചെയ്താലും ഈ കെ ശൈലജയുടെ പേരിൽ നേരിലുണ്ടായ ആക്രമണത്തെ അങ്ങ് അപലപിക്കുന്നു. കെ ശൈലജ ആക്രമിച്ചാലും രമയുടെ പേരിൽ ആക്രമിച്ചാലും ഉമാ തോമസിൻ്റെ പേരിൽ ആക്രമിച്ചാലും എല്ലാ ആക്രമണവും തെറ്റാണ്. രാഷ്ട്രീയം വളരെ വൈരാഗ്യത്തിൻ്റെ ഒരു മേഖലയാണ്. പഴയകാല രാഷ്ട്രീയത്തിൽ വ്യക്തികളായിരുന്നു നിലപാടുകളായിരുന്നു പ്രശ്നം. കേരളത്തിലെ പഴയകാല രാഷ്ട്രീയത്തിൽ നിലപാടുകളാണ് പ്രശ്നം. ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഒളിപ്പോരാക്രമണം തുടങ്ങിയിരിക്കുന്നത്. നിർഭാഗ്യകരമാണ്. ഇപ്പോൾ കേരളത്തിലെ കാര്യം പറഞ്ഞു, ദേശീയ തലത്തിൽ എന്തായിരിക്കും? മോദി 3ാം ഊഴമാണ് തേടുന്നത്, എങ്ങനെ വരും? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചത്. മോദി 3ാം ഊഴം ഉണ്ടാവും ഉറപ്പെന്ന് പറഞ്ഞു. അവർ 400 സീറ്റും പറയും. പക്ഷേ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കാറ്റ് മാറി വീശുകയാണ്. എന്താ കാരണം? ഒന്നാമത്തെ കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരിക്കലും യോജിക്കില്ലാത്ത കക്ഷികളുടെ യോജിപ്പാണ്. അതാണ് ഒന്നാമത്തെ കാരണം. അത് തന്നെയാണ്. 2, മോഡിയുടെ ഗ്യാരണ്ടിക്ക് പഴയ വിശ്വാസ്യതയില്ല. ഒന്നാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു? BJP വന്നാൽ പ്രതിവർഷം 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ. 10 വർഷമായി ഇന്ത്യ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഉണ്ടാകത്തില്ലായിരുന്നു. അത് പോയില്ലേ? അധികാരത്തിൽ വന്നാലുടൻ തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ്. ഇതൊന്നും നടപ്പായിട്ടില്ല. മോഡി ഗ്യാരണ്ടി ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഗ്യാരണ്ടിയായിട്ട് മാറ്റിയിരിക്കുകയാണ്. അതാണ് കാരണം. അത് ഭരണപരമായ തകർച്ച. ഇവിടെ ഇന്ത്യ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയാണെന്ന് പറയുന്ന നേരമാണ്. അത് നെഹ്റുവിൻ്റെ കാലം മുതലെടുത്ത നിലപാടുകളുടെ ഫലമായിട്ടാണ് സയൻസിനും ടെക്നോളജിക്ക് കൊടുത്ത ഇമ്പോർട്ടൻസ്. അതിൻ്റെ അടിത്തറവായത് നെഹ്റു തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രൈം മിനിസ്റ്റർമാരാണ്. ഇന്ന് സാമ്പത്തിക രംഗത്ത് വളർച്ചയുണ്ടായി. പക്ഷേ ഇപ്പോഴത്തെ വളർച്ച കഴിഞ്ഞ കാലത്തെ വളരെ വ്യത്യസ്തമാണ്. GDP വളരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വളർച്ച ഇക്വിറ്റബിളല്ല, തുല്യതയല്ല. ഇന്ത്യയിലെ 50% ജനങ്ങളുടെ കയ്യിലുള്ള സ്വത്തിൻ്റെ ഈക്വലൻറ്റ്, അത്രയും സ്വത്ത് 1 ഡസൻ കോർപ്പറേറ്റ് ഫാമിലികളുണ്ട്. സാമ്പത്തിക അസമത്വം വളരുകയാണ്. കാരണം മോഡിയുടെ പ്രത്യയശാസ്ത്രം കുറേ കോർപ്പറേറ്റുകളെ വളർത്തുക, അതുകൊണ്ട് രാജ്യസമ്പത്ത് വളർത്തുക. പഴയ തിയറിയാണ്, ട്രിക്കിൾ ഡൗൺ തിയറി. സമ്പത്തുണ്ടാകട്ടെ, അത് താഴോട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതാണ്. ആ തിയറി പരാജയമാണ് തെളിയിച്ചതാണ്. കോർപ്പറേറ്റുകൾ പണം ഉണ്ടാക്കട്ടെ, രാജ്യം വലിയ സാമ്പത്തിക ശക്തി ആകട്ടെ, അപ്പോൾ താനേ അതിൻ്റെ ഗുണഭോക്താക്കൾ. പക്ഷെ ഫലം എന്താ? ഇന്ന് ഇന്ത്യയിൽ കോടാനകോടി കൃഷിക്കാർ കൃഷി ഉപേക്ഷിച്ച് കൂലിപ്പണിക്കാരായി മാറിയിരിക്കുകയാണ്. ചെറുകിട കർഷകർ കോടാനകോടി ചെറുകിട കർഷകരിൽ കൂലിപ്പണിക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. ചെറുകിട വ്യവസായികൾ ഈ കേരളത്തിൽ തന്നെ നോട്ട് നിരോധനത്തിന് ശേഷം ചെറുകിട കച്ചവടക്കാർ അവിടെ എത്ര കടപൂട്ടി. തിരുവനന്തപുരത്ത് തന്നെ നോക്ക്, തിരുവനന്തപുരത്തെ ഈ സിറ്റിയിൽ തന്നെ നോട്ട് നിരോധനത്തിന് ശേഷം എത്ര ചെറുകിട കച്ചവടക്കാരുടെ കട പൂട്ടിയിരിക്കുന്നു. കടപൂട്ടിയവർ പല കടകളിലും, പൂട്ടാത്ത കടകളിൽ ഇപ്പോൾ ജോലിക്കാരില്ല, മുതലാളിമാർ തന്നെ ജോലിക്കാരായിരിക്കുകയാണ്. അപ്പോൾ ഇതിന് തിരിച്ചടി ഉണ്ടാകും. അതിനേക്കാൾ കൂടുതൽ വർഗീയ ധ്രുവീകരണം ഒരു കാലഘട്ടമുണ്ട്. ആദ്യമൊക്കെ ഒരു കുറേ ഫലിച്ചു, പക്ഷെ ഇപ്പോൾ ഫലിക്കുന്നില്ല. രാമക്ഷേത്രം പോലും BJP ശിലാന്യാസത്തിന് വേണ്ടി കല്ലുകൾ കൊണ്ടുപോയപ്പോൾ അത് ഓരോ ഹൈന്ദവ ഭവന വീടുകളിലും സ്ത്രീകളുണ്ടാക്കിയിട്ടുള്ള വികാരപരമായ അന്തരീക്ഷം വളരെ വലുതാണ്. കാരണം എന്താ? രാമക്ഷേത്രം വരുന്നതിന് എല്ലാവരും അനുകൂലമാണ്. പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞു, കേരളത്തിൽ ഷാദിക്കാലിൽ തങ്ങൾ പരസ്യമായി പറഞ്ഞു, ഞങ്ങൾ രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്നു. പക്ഷേ കാരണം സുപ്രീം കോടതി വിധിയാണ്. പക്ഷേ ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തൊട്ടടുത്ത് ഒരു പള്ളി കൂടി പണിയാൻ സാധിക്കണം. അതിൻ്റെ സ്ഥലം ഏറ്റെടുത്താൽ പള്ളി കൂടി വേഗം പൂർത്തിയാക്കി മാത്രമേ പറയുന്നുള്ളൂ. വളരെ സ്ലോയിലാണ്. രാമക്ഷേത്രം നിർമ്മിച്ചതിൽ ആർക്കും വിരോധമില്ല. ഒരുപാട് പേര് സ്വാഗതം ചെയ്യുന്നുണ്ട്.
പക്ഷെ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് രാഷ്ട്രീയക്കാരല്ല. പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നടക്കാൻ തീരുമാനിച്ചതോടുകൂടി ഹൈന്ദവ സമൂഹത്തിൽ സന്യാസിമാരുടെ ഭൂരിപക്ഷം എതിരായി. അതിന് ഏറ്റവും വലിയ പ്രതീകമാണ് 4 ശങ്കരാചാര്യന്മാർ. ശങ്കരാചാര്യർ സ്ഥാപിച്ച 4 മഠങ്ങളിലെ ശങ്കരാചാര്യന്മാർ ഒന്നിച്ചു പറഞ്ഞു, ഞങ്ങൾ വരില്ല. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത്, ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് രാഷ്ട്രീയക്കാരനായ ഒരു നേതാവല്ല, പ്രധാനമന്ത്രിയല്ല. അത് നടത്തേണ്ടത് ഒരു സന്യാസിയോ വര്യനെഴുതുന്നുണ്ട്. ഇതുവരെ പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് അന്നുണ്ടാക്കിയ ഒരു വികാരപരമായ അന്തരീക്ഷം പോയിരിക്കുക. കാര്യങ്ങൾ എൻ ഡി എക്ക് അനുകൂലമല്ല. എൻ ഡി എക്ക് തുടക്കത്തിൽ വളരെ അനുകൂലമായിരുന്നു. പക്ഷേ ഇപ്പോൾ മാറ്റം വരും. പക്ഷേ പൊതുവെ കാണുന്ന ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള വളരെ സീസൺഡ് ആയിട്ടുള്ള മുതിർന്ന നേതാക്കളടക്കം BJP-യിലേക്ക് എൻ ഡി എയിലേക്ക് മാറുന്നു. ഇപ്പം നാളെ മറിച്ചൊരു ജനവിധി വന്നാൽ പോലും അതിനെ അട്ടിമറിക്കാനുള്ള ഒരു ശേഷി, രാഷ്ട്രീയ ശേഷി അല്ലെങ്കിൽ മണി പവർ, ഇതെല്ലാം BJP-ക്കില്ലേ? അവർ അധികാരത്തിലെത്തിയാലല്ലേ? എത്തില്ല. പക്ഷേ അവർ അധികാരത്തിലെത്തിയിട്ടും കർണാടക ശ്രമിച്ച് നടക്കുന്നില്ല. കർണാടകത്തിൽ അവർ ശ്രമിച്ച് നടന്നിട്ടില്ല, തെലങ്കാന നടന്നിട്ടില്ല, ഹിമാചൽ നടന്നിട്ടില്ല. പക്ഷേ ഇത്തവണ മറ്റത് കൂടി കാണണം. കഴിഞ്ഞ 2 ഇലക്ഷനും മറ്റ് പാർട്ടികളിൽ നിന്ന് BJP-ക്കുള്ള ഒഴുക്കാണ്. ഇത്തവണ വൺ വേ ട്രാഫിക് അല്ല. ഇത്തവണ ഓരോ ദിവസവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തവണ 2 വേ ട്രാഫിക്കാണ്. പണ്ടുപോലെ വൺ വേ ട്രാഫിക്കിൻ്റെ അധ്യായം കഴിഞ്ഞു. പക്ഷെ അവർ എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒരു ചോദ്യം, മോദിയെ നേരിടാൻ ആര്? രാഹുൽ ഗാന്ധിക്ക് അതിനനുസരിച്ചുള്ള ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വ വൈഭവം ഇല്ല, പക്വതയില്ല എന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ല. ഇന്ത്യയിലെ ഗ്രാമങ്ങളെ, പട്ടണങ്ങളെ, ജനങ്ങളുടെ ജീവിതം കണ്ടറിഞ്ഞ അനുഭവ സമ്പത്ത് നേടിയ നേതാവാണ്. അതിൻ്റെ തുടക്കം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയാണ്. ആ യാത്ര തിരുവനന്തപുരത്ത് പോയതല്ലേ. അദ്ദേഹം അദ്ദേഹം Z+ കാറ്റഗറിയാണ്. പക്ഷെ എന്നിട്ട് അദ്ദേഹം സെക്യൂരിറ്റിക്കാരെയൊക്കെ ദൂരെ നിർത്തിക്കൊണ്ട് ദൂരെ കണ്ട കുട്ടികളെ, ചെറുപ്പക്കാരെ, സ്ത്രീകളെ, വൃദ്ധജനങ്ങളെ, കൃഷിക്കാരെ, തൊഴിലാളികളെ ഒക്കെ വാടി വിളിക്കുകയാണ്. ആ രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോഴാണ് ഇത് പഴയ രാഹുൽ ഗാന്ധി ഈ BJP-ക്കാർ പ്രചരിപ്പിക്കുന്ന പോലെ ഉള്ള ആളല്ല. അദ്ദേഹം നന്മയുള്ള, സ്നേഹമുള്ള, അനുകമ്പയുള്ള നേതാവാണ്. അന്നേ ചിത്രം മാറി. പിന്നെ അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്ര ശ്രീനഗറിലാണ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അത് പറ്റില്ലെന്ന് ഗവൺമെൻറ് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ ശ്രീനഗറിൽ പോകും. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചു പോയാണെങ്കിൽ ഞാൻ ശ്രീനഗറിലെ യാത്ര അവസാനിപ്പിക്കും. അവസാനം ഗവൺമെൻറ് മുട്ടുമടക്കി അവിടെ പോയി. മണിപ്പൂരിൽ കലാപമുണ്ടായി. അവിടെ ആദ്യമായി ഓടിയെത്ത ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അവിടെ മണിപ്പൂർ എയർപോർട്ടിൽ ചെന്ന് പറഞ്ഞു പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. അദ്ദേഹം ഇറങ്ങി. പിന്നെ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പൊയ്ക്കോ. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ടേ മടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ഗവൺമെൻറ് മുട്ടുമടക്കി. അദ്ദേഹം ആസാമിൽ ഗൗഹത്തി പട്ടണത്തിൽ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ പോയി. 28 സംസ്ഥാനങ്ങളിലായിട്ട് 20 കേസുകൾ അദ്ദേഹത്തിന് നേരിട്ട് വന്നു. ഒരു കേസ് സവർക്കർക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് പേരിലാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്തിൻ്റെ റദ്ദാക്കി, വീട് തിരിച്ചു പിടിച്ചു. അദ്ദേഹം പതറിയില്ല. സുപ്രീം കോടതി റദ്ദാക്കി. ഒരു ഭയവും കാണിച്ചില്ല. ഒരു ദിവസം മുഴുവൻ ED അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. അവസാനം ചോദ്യം ചെയ്ത് ED ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, അങ്ങക്ക് ഇത്ര കൂളായിട്ട് ശാന്തനായി ഒരു ദിവസം മുഴുവൻ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എങ്ങനെ സാധിച്ചു? അദ്ദേഹം കാണിച്ച ധീരത, നിർഭയത. നെഹ്റുവിൻ്റെ സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡിൻ്റെ സ്വത്ത് മുഴുവൻ കണ്ടുപിടിച്ച് പതറിയില്ല. കോൺഗ്രസിൻ്റെ സ്വത്ത് കണ്ടുപിടിച്ച് പതറിയില്ല. ഇന്നും ഇന്ത്യയിൽ 24 മണിക്കൂറും RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിനായി, വ്യക്തിപരമായിട്ടല്ല, RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിനായി, BJP-യുടെ നിലപാടുകൾക്കെതിരായി, നരേന്ദ്രമോദിയുടെ നിലപാടുകൾക്കെതിരായി ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് പ്രസംഗിക്കുന്ന നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണ്. ഇന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഏറ്റവും ഡിമാൻഡുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം മരണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. പക്ഷേ നിർഭാഗ്യവശ കാര്യപ്പെടട്ടെ,
ഞാൻ നിർഭാഗ്യ ഒരു ട്രാജഡി പറയട്ടെ. CPM-നുള്ള ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇത് എല്ലാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം പുറത്തു പോകുന്നതാണ്. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോലും അദ്ദേഹം പോയില്ല. കാരണം അവിടെ നിന്ന് അദ്ദേഹത്തിന് ക്ഷണനമില്ല. കാരണം അവിടെ രാഹുൽ ഗാന്ധിയുടെയും സ്റ്റാലിൻ്റെയും ഫോട്ടോ വെച്ചിട്ടാണ് പ്രചരണം നടത്തുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇത്രയും വലിയ നേതാവായിരിക്കുമ്പോഴും ഗുലാം നബി ആസാദ് തൊട്ടൊരു നീണ്ട നിര പാർട്ടി വിട്ടുപോകുന്നു. അത് ആരുടെ കുഴപ്പം? സംഘടനാ ചുമതലയുള്ളവരുടെ കുഴപ്പമാണോ രാഹുൽ ഗാന്ധിയുടെ കുഴപ്പമാണോ? വിട്ടുപോയവരുടെ സ്ഥിതി ഗുലാം നബി ആസാദ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അല്ല, എന്നാലും അതൊരു നേതൃത്വത്തിന്റെ ഒരു മിടുക്കല്ലേ, ആരെയും പിടിച്ചു നിർത്തണം. ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ. ഒരു കാലത്ത് കോൺഗ്രസിലുണ്ടായിരുന്നുള്ളൂ. കേരളത്തിലും കോൺഗ്രസ് പോയതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. പോകുന്നു. ഇപ്പം തന്നെ CAA വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നു. അതൊക്കെ ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമല്ലേ? മൃദു ഹിന്ദുത്വം എന്നുള്ള വാക്ക് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. അത് ആവശ്യമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി പ്രചരിപ്പിച്ചൊരു വാക്കാണ്. കോൺഗ്രസ് വിശ്വസിക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും അവരുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, മതവിശ്വാസങ്ങൾ, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും സിഖായാലും സാധിക്കും. ഇവിടെ ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോകാം. പള്ളിയിൽ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട വേദപുസ്തകമോ കുരിശോ കൊണ്ടുപോകാം. മുസ്ലിങ്ങൾക്ക് മോസ്കിൽ പോകാം, നിസ്കരിക്കാം. ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോയി ഒരു കുറി നട്ടാൽ ഉടനെ മുഴുകുന്നത് എന്നർത്ഥം? അല്ല, ഹിന്ദുക്കൾ പോകുന്നതിനെ കുറിച്ചല്ല എൻ്റെ ചോദ്യം. ഞാൻ ചോദ്യം ഉത്തരമല്ല. മൃദു ഹിന്ദുത്വം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. കോൺഗ്രസ് എല്ലാ സമുദായങ്ങളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നൊരു പാർട്ടിയാണ്. പിന്നെ CIA ഞങ്ങളാദ്യം ഇത് പറയേണ്ട കാര്യം തോന്നിയില്ല. കാരണം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക തന്നെ പറഞ്ഞിരുന്ന അതിൻ്റെ ആദ്യ ഖണ്ഡിക എന്താ പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയായിരിക്കും ഞങ്ങളുടെ വഴികാട്ടി എന്ന് ഭരണഘടന പറയുന്നുണ്ട്. ആ ഭരണഘടനയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഭരണഘടനയിലെ 2ാം ഭാഗത്ത് പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 12 വരെ പറഞ്ഞിരിക്കുന്നത് സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്. ആ സിറ്റിസൺഷിപ്പിൽ ഒരിടത്തും മതം പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഞങ്ങളുടെ പ്രകടന പത്രിക പറഞ്ഞിരുന്ന ഞങ്ങളുടെ വഴികാട്ടി ആ ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ മതം സിറ്റിസൺഷിപ്പിൻ്റെ ഒരു മാനദണ്ഡമല്ല. ആ ഭരണഘടന ഒരുപാട് പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്. 10, 14, 15 പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും മതം കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളത് വിചാരിച്ചു. പക്ഷെ ഇവിടെ പ്രചരണം കേരളത്തിൽ മാത്രമേ പ്രചരണമുള്ളൂ, വേറൊരിടത്തുമില്ല. കേരളത്തിൽ CPM പ്രചരണമാക്കിയപ്പോൾ രാഹുൽ ഗാന്ധി മുതൽ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ CIA ഞങ്ങൾ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലാണ് ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കുന്നില്ല. അതായത് ലീഗിൻ്റെ പതാക ഇവിടെ വന്നു കഴിഞ്ഞാൽ BJP അത് പാകിസ്ഥാൻ പതാക എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ച പോലെ പ്രചരിപ്പിക്കുമോ എന്നുള്ളൊരു ഭയമാണോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മാത്രം പതാക ഉയർത്തിയാൽ ലീഗ് പിണങ്ങുമോ എന്നുള്ള ആശങ്കയാണോ? എന്താണ് ശരിക്കുള്ള കാരണം? അവിടെ ഒരു പാർട്ടിയുടെ പതാക വേണ്ട ഒരു തീരുമാനം കാരണമുണ്ടല്ലോ. ഞങ്ങൾ തീരുമാനം എടുത്തു. ഞങ്ങൾക്ക് അതാണ് നല്ലത് തോന്നി. അത്രേ ഉള്ളൂ. ഇപ്പം ന്യൂനപക്ഷ സമുദായങ്ങളെ ലീഗ് കോൺഗ്രസിൻ്റെ എത്രയോ വർഷമായിട്ട് 1957 മുതൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയാണ്. ഐക്യജനാധിപത്യം ഉണ്ടായതിനു ശേഷം സ്ഥിരമായ ഘടകകക്ഷിയാണ്. വയനാട്ടിൽ പോയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അപ്പുറത്തും ഇപ്പുറത്തേക്ക് കുഞ്ഞാലിക്കുട്ടിയും ലീഗിൻ്റെ എന്നാലും പതാക വേണ്ടെന്ന് വെക്കാൻ എത്രയോ പാരമ്പര്യമുള്ള പതാകയാണ്. ഒരു പതാക വേണ്ട ഞങ്ങൾ തീരുമാനിച്ചു. ആ മണ്ഡലത്തിൽ മാത്രം തീരുമാനിക്കുകയാണ്. അതിൽ തെറ്റെന്താ? ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് വളരെ ഇതായിട്ട് സംസാരിച്ച ആർജവമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നാണ്. ഇപ്പം CPM-ൻ്റെ നേതൃത്വത്തിലുള്ള LDF-ഉം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF-ഉം മത്സരിച്ച് ന്യൂനപക്ഷ പ്രീണനമല്ലേ നടത്തുന്നത്? ഞങ്ങൾ ന്യൂനപക്ഷ പ്രീണനം ഞങ്ങൾ ഭൂരിപക്ഷത്തിന് കൂടെയുമാണ്, ന്യൂനപക്ഷത്തിന് കൂടെയാണ്. കോൺഗ്രസിനെ കൂടുതൽ ഏറ്റവും വലിയ ആക്ഷേപം കോൺഗ്രസ് സമുദായങ്ങളുടെ ഫെഡറേഷൻ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷ സമുദായവും വേണം, ന്യൂനപക്ഷ സമുദായവും വേണം. ഞങ്ങൾ എല്ലാവരുടെയും പാർട്ടിയാണ്. ഒരു തെരഞ്ഞെടുപ്പിലും ഒരു സമുദായത്തെ ഒറ്റ തിരിഞ്ഞ് ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല. കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ട്? കോൺഗ്രസ് അങ്ങനെ പ്രീണിപ്പിക്കുന്നില്ല. CPM ചെയ്യുന്നുണ്ടോ? കോൺഗ്രസ് ചെയ്യുന്നില്ല. ഇല്ല, എനിക്ക് ഉറപ്പാണ്. കോൺഗ്രസിലെ കേരളത്തിലെ പാർട്ടിയെ നയിക്കുന്നത്
കാലഹരണപ്പെട്ട നേതാക്കളാണ്. ഉദാഹരണത്തിന് MM ഹസനെ പോലുള്ള കാലഹരണപ്പെട്ട നേതാക്കളാണെന്ന് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി പറയുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഫെബ്രുവരി 9-ാം തീയതി തിരുവനന്തപുരത്ത് KPCC ഓഫീസിൽ ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി. അവിടെ വച്ചിട്ട് എൻ്റെ നിലപാട് പറഞ്ഞു. മകൻ BJPയിൽ പോയപ്പോൾ ആദ്യം ഒരു മാസം ഷോക്കായിരുന്നു. ഇപ്പോൾ ഒക്കെ ഉൾക്കൊണ്ട് ഞാൻ അദ്ദേഹം വേറൊരു പാർട്ടി BJP നേതാവ്, ഞാൻ അതെന്താണ് തെറ്റ്? ഒരു വീട്ടിലുള്ള രണ്ടുപേര് രണ്ട് രാഷ്ട്രീയ പാർട്ടി പോയത് തെറ്റുണ്ടോ? അപ്പോൾ എൻ്റെ നിലപാട്, ഞാൻ KSUവിൻ്റെ പ്രവർത്തകനായി വർണ്ണാസമരത്തിൽ പങ്കെടുത്തത് മുതൽ എൻ്റെ നിലപാട് കുടുംബം വേറെ രാഷ്ട്രീയം വേറെ. എൻ്റെ വീട്ടിൽ ഞാൻ KSUവിലൊന്നും ഉള്ള കാലം മുതലുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ കുടുംബം വേറെ രാഷ്ട്രീയം. മകനിപ്പോൾ BJP നേതാവാണ്. ഞാൻ അദ്ദേഹം പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ആ ചോദ്യമല്ല. ഒരു ചോദ്യം ഇപ്പം മകൻ്റെയും അച്ഛൻ്റെയും ചോദ്യമല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി, അങ്ങ് പ്രതിരോധ മന്ത്രി ആയിരുന്ന ആളാണ്, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പത്തനംതിട്ടയിൽ പ്രചാരണ പരിപാടി പങ്കെടുത്തിട്ട് പറഞ്ഞു അനിലിനെ AK ആന്റണി അനുഗ്രഹിക്കണമെന്ന്. ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ടോ? മകൻ എപ്പോഴും അച്ഛൻ്റെ അനുഗ്രഹം ഇല്ലേ? മകനുണ്ട്, പക്ഷെ BJP നേതാവിനില്ല. BJP നേതാവിനില്ല. ഇല്ല. അനുഗ്രഹം എപ്പോഴും ആന്റണിക്കുണ്ട്. മകൻ എന്ന നിലയിൽ കുടുംബത്തിലുണ്ട്, വീട്ടിലുണ്ട്, രാഷ്ട്രീയത്തിലില്ല. രാഷ്ട്രീയത്തിൽ അനുഗ്രഹമില്ല. രാഷ്ട്രീയത്തിൽ എൻ്റെ അനുഗ്രഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ്. ഇപ്പം ജനാധിപത്യ രാജ്യത്ത് ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു തെറ്റാണോ? തെറ്റല്ല. അങ്ങ് അതിലധികം വിഷമിക്കേണ്ട ഉണ്ടോ എന്നുള്ള എൻ്റെ ചോദ്യം. എന്നാലും എൻ്റെ മകൻ BJP പോയപ്പോൾ ആദ്യം ഒരു ഷോക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ തീർന്നു, അധ്യായം കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ മകൻ BJP നേതാവ്, ഞാൻ കോൺഗ്രസ് നേതാവ്. ഞങ്ങളുടെ അച്ഛനും മകനും വീട്ടിന് പുറത്ത് ഞാൻ എതിർക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള BJPയുടെ നേതാവ്. എനിക്കൊരു തരത്തിലുള്ള സിമ്പതിയുമില്ല. രാഷ്ട്രീയമായിട്ട് എതിർത്തുന്നതിലൊന്നും ഒരു അപാകതയില്ല. പക്ഷേ മകൻ എന്നുള്ള നിലയിൽ, മകൻ എന്ന് നന്നായി വരട്ടെ എന്നൊരു അച്ഛൻ എന്നുള്ള നിലയിൽ ആഗ്രഹിക്കില്ലേ? വീട്ടിൽ വരുമ്പോൾ കുടുംബകാര്യങ്ങളിൽ രാഷ്ട്രീയത്തിൽ ഞാൻ BJP 20 സീറ്റിലും തോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉത്തരമാണ്. അതെ, അതിലൊരു സീറ്റിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. 20 സീറ്റിലും BJP തോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉത്തരമാണ്. എന്നാലും മകൻ എന്ന് നന്നായി വരട്ടെ വ്യക്തിപരമായിട്ട്. BJP 20 സീറ്റിലും തോക്കണം. ആ ചിന്തയാണുള്ളത്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, മകനെന്ന് നന്നായി വരട്ടെ ഏതൊരു അച്ഛനും ആഗ്രഹിക്കും. 20 സീറ്റിലും BJP തോക്കണം. അല്ല, അന്ന് തന്നെ അദ്ദേഹം താങ്കൾ ഇവിടെ KPCC ഓഫീസിൽ ഈ പത്രക്കാരെ കണ്ടിട്ട് പറഞ്ഞ കാര്യം, അതിനുശേഷം ഇപ്പം അടുത്തിടെയും ഈ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പം പറഞ്ഞ ആൻ്റണിയുടെ പ്രചരണത്തിന് വേണ്ടി പോകാനിരുന്നതാണ്, പക്ഷേ ആരോഗ്യം അനുവദിക്കുന്നില്ല. പക്ഷേ മകൻ തോൽക്കണം എന്ന് പറഞ്ഞാൽ അതിച്ചിരി കടന്നുപോയില്ല, അത്രയും പറയേണ്ടതുണ്ടായിരുന്നു. എന്തിന് 20 സീറ്റിലും കോൺഗ്രസ് ജയിക്കണം, പത്തനംതിട്ട ആൻ്റണി ജയിക്കണം, എൻ്റെ ആഗ്രഹമാണ്. അതിന് തെറ്റെന്താ? ഇപ്പം തന്നെ അങ്ങ് പ്രതിരോധ മന്ത്രിയായിരുന്നു. ഇപ്പോൾ CPMൻ്റെ പ്രകടന പത്രികയിൽ അവർ പറയുന്ന ഒരു കാര്യം, ആണവായുധങ്ങളെല്ലാം വേണ്ടെന്ന് വയ്ക്കും, പ്രതിരോധ സഖ്യങ്ങളെല്ലാം ഉപേക്ഷിക്കും. ശ്രദ്ധിച്ചോന്നറിയത്തില്ല. അത് പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? ഈ രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊളിക്കും. മഹാത്മാഗാന്ധി എതിരെതിരായിരുന്നു. പക്ഷെ 47-ൽ എൻ്റെ സ്വാതന്ത്ര്യമായി ആദ്യം നടന്നത് പാകിസ്ഥാൻ സഹായത്തോടുകൂടി ഒളിപ്പോരാളികൾ കാശ്മീരിലേക്ക് കയറി. കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാതെ സ്വതന്ത്ര കാശ്മീരാക്കി നിൽക്കാൻ റസാക്കർമാരുടെ സഹായത്തോടെ അവിടെ പട്ടാളം പോകേണ്ടി വന്നു. ഗോവ വിമോചിപ്പിക്കാൻ പട്ടാളം പോകേണ്ടി വന്നു. അതുപോലെ ആണവ പരീക്ഷണം നടത്തേണ്ടി വന്നു. ഇന്ദിരാഗാന്ധിയാണ് നടത്തുന്നത്, ബുക്രാൻ. അതിൻ്റെ വഴി ഒരുക്കിയത് നെഹ്റുവാണ്. ഹോമി ബാബയെ കൊണ്ട് ആറ്റമിക് എനർജി കമ്മീഷൻ ഉണ്ടാക്കി തുടങ്ങിയതാണ്. ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ഇന്ത്യയുടെ ഏറ്റവും വലിയ, ഇന്നും ഇന്ത്യയുടെ നിലനിൽപ്പിന് ഭീഷണിയായിട്ട് കാശ്മീരിൽ ഭീകരന്മാരെ അയച്ച് ആക്രമിക്കുന്ന പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ശക്തിയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അതിർത്തി തുറന്നു കൊടുക്കുകയാണ്. CPMന് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. മോദി ഭരണത്തെ എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ അടക്കം ED, ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള ദേശീയ ഏജൻസികളെ ഉപയോഗിച്ച് അവരെ കോർണർ ചെയ്യുകയും അവരെ ഇപ്പം ഇലക്ട്രൽ ബോണ്ടിലടക്കം പൈസ മേടിക്കുന്ന കാര്യങ്ങളിലടക്കം പല കടുത്ത നിലപാടുകൾ EDയെ കൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നു എന്നുള്ള ആരോപണമുണ്ട്. പക്ഷേ കേരളത്തിൽ ED നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതായിട്ടൊരു വിമർശനമുണ്ട്. ഈ ഇലക്ഷൻ കാലത്തുള്ള EDയുടെ അതിർകിടന്നുള്ള ആക്ടിവിസ്റ്റ് ഞാൻ വിളിക്കുന്ന ആളല്ല. കേരളത്തിലായാലും എവിടെയായാലും ഒരു തെളിവുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ. അല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല.
എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ പറയത്തില്ല. കോൺഗ്രസ് പിന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ രാഷ്ട്രീയ നേതാക്കന്മാരെ തീർക്കും, അവിടെ നിലപാടുകൾ തീർക്കും. പക്ഷേ ഒരിക്കലും എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുടുംബത്തെ ഞാൻ വലിച്ചടിക്കാറില്ല. അത് ശരിയായ പ്രവണതയല്ല. എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ ശൈലി ഇത്രയും കൊല്ലം ഞാൻ അങ്ങനെ ജീവിച്ചു. ഇനി അവസാന നാളുകളിൽ ആ ശൈലി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അടുത്ത കാലത്തായിട്ട് അത്തരം ഈ വീട്ടിലിരിക്കുന്നവരെ കൂടെ ഈ തെരുവിലേക്ക് വിളിച്ചെടുക്കുന്ന പ്രവണത കൂടി വരികയല്ലേ? എൻ്റെ നിലപാടതാണ്. ഈ പ്രവണത പണ്ടുമുണ്ട്, അപ്പോഴും എൻ്റെ നിലപാടതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ എതിർപ്പ് നേരിടാൻ ബാധ്യസ്ഥരാണ്. അമ്പ് കൊള്ളാത്തൊരു കുരുക്കളില്ല. പക്ഷെ എന്തിനാണ് രാഷ്ട്രീയമില്ലാതെ കഴിയുന്ന അവരുടെ ഭാര്യമാരെയും മക്കളെയും രംഗത്തുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കിട്ടുന്ന രാഷ്ട്രീയ നേട്ടം എനിക്ക് താല്പര്യമില്ല. കോൺഗ്രസിൻ്റെ ദേശീയ മുഖമാണ് അങ്ങ്. മാത്രമല്ല ഇത്രയും കാലം ഈ ഒരു ദീർഘകാല രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ആദ്യം നമ്മൾ വെറുതെ സംസാരിച്ചപ്പോൾ 84 നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഈ കാലയളവിലുടനീളം ആദർശത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോയി. ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ് 2019 മറ്റോ സൈബർ ആക്രമണം നേരിടേണ്ടി. വ്യക്തിപരമായിട്ട് വല്ലാതെ നിരാശപ്പെടുത്തിയ അല്ലെ വേദനിപ്പിച്ച സംഭവം രാഷ്ട്രീയത്തിൽ നിന്നുണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായി 2004 അടക്കം രാഷ്ട്രീയത്തിലേക്ക് കയറിയ കാലം മുതൽ, രാഷ്ട്രീയത്തിൽ മാത്രമല്ല ജീവിതത്തിൽ ദുരന്തങ്ങളും വേദനകളും ഉണ്ടാകും. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആദ്യമൊക്കെ നമ്മൾ അങ്കലാപ്പെടും, പിന്നെ നമുക്ക് അറിയാതെ നമുക്കൊരു മനോഭാവം ഡെവലപ്പ് ചെയ്തു. ഇതൊക്കെ ഫിലോസഫിക്കലായിട്ട് കാണാനായിട്ട് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രമല്ല, വ്യക്തി ജീവിതത്തിലും ദുരിതങ്ങൾ ഒരുപാടുണ്ടാകും. വ്യക്തി ജീവിതത്തിൽ ദുരിതങ്ങൾ കൂടി കടന്നു പോകാത്ത ഏത് കുടുംബമുള്ളത്? ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ എടുക്കാം. ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അങ്ങയോട് ഇപ്പോൾ വീണ്ടും വീട്ടുകാര്യങ്ങൾ ചോദിക്കുകയല്ല. ഇപ്പോൾ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോൾ ഏതൊരു വ്യക്തിയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അല്ലെങ്കിൽ അവർ മറ്റ് വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ അതിന് ആകൃഷ്ടരാകുന്നതോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോകുന്നതോ അവരുടെ പ്രാർത്ഥനയിൽ മുഴുകുന്നതോ ഒരു തെറ്റാണ്. ഇപ്പോൾ അങ്ങയുടെ ഭാര്യ കൃപാസനത്തിൻ്റെ ഇതിൽ പോയതൊക്കെ യൂട്യൂബിലൊക്കെ ഈ സൈബറിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്, അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമല്ലേ? അത് വലിച്ചിഴക്കുന്ന കാര്യമല്ലേ? എൻ്റെ നിലപാട്, ഞാൻ KSUവിൻ്റെ പ്രവർത്തകനായ കാലഘട്ടം മുതൽ എൻ്റെ നിലപാട് കുടുംബം വേറെ, രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയം. കുടുംബത്തിലാണെങ്കിലും പ്രായപൂർത്തിയായാൽ എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ 4 പേരുണ്ട്. 4 ഇൻഡിപെൻഡൻറ്റ് സ്വതന്ത്ര വ്യക്തികളാണ്. അന്ന് ഈ ഫെബ്രുവരി 9 കാര്യം പറഞ്ഞപ്പോൾ അന്ന് അങ്ങ് പറഞ്ഞ ഒരു വാക്ക്, ജീവിതം അധികം മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകരുതെന്ന്, അത്രയും വേദനയോടെ പറയാനുള്ള കാരണം അത് അന്നത്തെ അല്ല. ഞാൻ 84 നടക്കുകയാണ്. എൻ്റെ കാഴ്ചപ്പാട്, ഞാൻ ദീർഘായുസിൻ്റെ ആളല്ല. എൻ്റെ ആഗ്രഹം കിടക്കാതെ പോകണമെന്നുള്ളതാണ്. ദീർഘായുസിൻ്റെ ആളല്ല. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകും തോറും രോഗപീഠ കുറയാൻ പോകുന്നില്ല, കൂടും. ആ അർത്ഥത്തിൽ പറഞ്ഞാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ പ്രിയ സുഹൃത്തെന്നോ വലങ്കയ്യെന്നോ ഒക്കെ പറയാമായിരുന്ന OC അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇല്ല, CPM-ലെ കോടിയേരി ബാലകൃഷ്ണൻ ഇല്ല, CPI-ലെ കാനൻ രാജേന്ദ്രനില്ല, VS അച്യുതാനന്ദൻ സജീവമല്ല. വലിയൊരു ശൂന്യത തോന്നുന്നുണ്ടോ? ഇല്ല, തൽക്കാലം എടുത്തു. കാരണം ഇതിൻ്റെ ചരിത്രം എടുത്ത് നോക്കൂ. എല്ലാ കാലത്തും മഹാരഥന്മാർ നേതാക്കന്മാരിലായിരുന്നല്ലോ, ഇല്ലേ? സ്വാതന്ത്ര്യ സമരകാലത്ത് പത്തന്താനമുള്ള C. കേശവൻ, TM വർഗീസ് ഒരു തലമുറ, 67 EMS AKG, ഇപ്പത്തെ കരുണാകരൻ, MN ഗോവിന്ദൻ നായർ, TV തോമസ്, H. മേനോൻ, KR ഗൗരിയമ്മ, അതല്ലോ ആന്റണി, K. കരുണാകരൻ. സ്റ്റാൽവാർഡ്സുകൾ കുറയുന്നുണ്ടോന്നാണ് എൻ്റെ. ആൾ പോവും, പുതിയ ആൾക്കാർ വരണം. ഇതൊക്കെ പ്രകൃതി നിയമമാണ്. അല്ല, പ്രകൃതി നിയമമാണ്. അല്ല, സ്ഥിരമായ ജീവിതമോ സ്ഥിരമായ നേതൃത്വമോ ആർക്കുമില്ല. മാറ്റം. കാർൽ മാർക്സ് പറഞ്ഞ അത് മാത്രമാണ് ശരി. മാറ്റം. അല്ല, K. കരുണാകരനും AKയും തമ്മിലുണ്ടായിരുന്ന രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിൽ നിങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനം, സ്നേഹം, അല്ലെ പരസ്പര അംഗീകാരം, അംഗീകരിക്കുന്ന രീതി, ഇതൊന്നും പക്ഷേ ഇന്നത്തെ നേതാക്കൾക്കിടയിൽ കാണുന്നില്ലല്ലോ. കോൺഗ്രസ് കമ്പാരിസൺ പോകുന്നില്ല. പക്ഷെ ഞാൻ K. കരുണാകരനെ എതിർക്കുമ്പോഴും ഏറ്റവും ബഹുമാനിച്ചിരുന്നു. കാരണം 67-ലെ തകർച്ചയ്ക്ക് ശേഷം
പനമ്പള്ളി കൊന്നവൻ മല്ലീശ്വരൻ്റെ ഒടിഞ്ഞ വീടെന്ന് പറഞ്ഞ ആ കോൺഗ്രസിൻ്റെ ദയനീയമായ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നതിൽ മുമ്പ് നിന്ന കരുണാകരനാണ്. കൂടെ KS യൂത്ത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളെ തർക്കിക്കുമ്പോൾ 50-50 എന്ന് പറയും. പക്ഷേ അവസാനം വരുമ്പോൾ ഞാൻ വോട്ടിടേനെ എടുക്കുകയുള്ളൂ. 1% കൂടി അദ്ദേഹത്തിന് കൊടുക്കും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കരുണാകരൻ്റെ മുമ്പിൽ ഞങ്ങൾ വളരെ പുറകിലാണ്. കരുണാകരൻ കോൺഗ്രസിന് വേണ്ടി ചെയ്ത ത്യാഗം ഞങ്ങളുടെ കൂട്ടത്തിൽ ആഴ്ച ചെയ്തിട്ടില്ല. ഇത് വിശ്വസിക്കത്തിലാണ്. ആ ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കും. ഇപ്പോഴത്തെ ആൾക്കാർക്കിടയിൽ ആ ബഹുമാനം ഉണ്ടോ പരസ്പരം? ഞാൻ കമ്പാരിസന് പോകുന്നില്ല, നല്ലതല്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തലമുറ മാറി. ഇപ്പം ഞങ്ങൾ KS തുടങ്ങിയ കാലഘട്ടത്തിൽ വയലാർ രവി, അതുപോലെ ജോർജ് തരകൻ, MA ജോൺ, AC ജോർജ്, മലബാറി ഷൺമുഖദാസ്, കടന്നപ്പള്ളി, ഇവിടെ ബഷീർ, ശങ്കരനാരായണപിള്ള, ഉമ്മൻചാണ്ടി, ഞങ്ങൾ വളർന്നൊരു കാലഘട്ടം വ്യത്യസ്തമാണ്. ഞങ്ങളൊരു കുടുംബം പോലെ വളർന്ന കാലഘട്ടമാണ്. അന്നൊരു നല്ല സംസ്കാരവും ഉണ്ടായിരുന്നു. അത് വേറെ തലമുറ, കാലം മാറിപ്പോയി. തലമുറകൾ പിന്നോട്ട് വന്നപ്പോൾ സംസ്കാരത്തിനും എല്ലാം ഇടിവുണ്ടായി. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ അങ്ങോട്ട് ചെയ്യുന്ന കൊടുക്കുകയാണ്. പുറമേ കിടന്ന എൻ്റെ ആമുഷ്ണൻ ഈ ബിഡി തൊഴിലാളിയാണ്, നിർബന്ധിച്ചാണ് ഞാൻ റെക്കാർഡ് കാൻഡിഡേറ്റ് ആക്കിയത്. കൊട്ടരഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകാൻ ഇഷ്ടപ്പെടാതെ ഓടി ഒളിച്ച് എന്നിട്ട് പൊങ്ങാതെ ക്ഷേത്ര മൈതാനങ്ങളിൽ ഉറങ്ങാൻ പോകും. ഉമ്മൻചാണ്ടി ഞാനും കൂടെ അവിടെ പോയി രാത്രിയിൽ കൊട്ടരെ മണിക്കൂറോട് സംസാരിച്ച് നിർബന്ധിച്ചാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ആ കാലം അങ്ങനെ കാലം മാറി. ഇപ്പോൾ എല്ലാ പാർട്ടിയിലും മാറി. ഇപ്പോൾ കേരളത്തിലുടനീളം കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ ദേശീയ തലത്തിൽ തന്നെ പ്രചാരകനാണ് ആയിരുന്നു AK. അന്നേരം പക്ഷേ പ്രവർത്തക സമിതി അംഗത്വം എല്ലാം വേണ്ടെന്ന് വെച്ച് വിശ്രമ ജീവിതം എന്ന് പറഞ്ഞു വന്നെങ്കിലും പാർട്ടി വിടാൻ തയ്യാറായില്ല. പ്രവർത്തക സമിതി നിലവിൽ തുടരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെങ്കിലും തിരുവനന്തപുരത്തെങ്കിലും AK അവസാന ദിവസം പ്രചരണത്തിന് വരുമെന്ന് പറയുന്നു. വരൂ. 2 വർഷത്തിന് മുമ്പ് ഡൽഹി വന്നപ്പോൾ ദേശീയ രാഷ്ട്രീയം അവസാനിപ്പിച്ചു, പാർലമെൻറ്റ് അംഗത്തെ അവസാനിപ്പിച്ചു. ഇനി കോൺഗ്രസ് പ്രവർത്തക സമിതിയിലും വേണ്ടെന്ന് പറഞ്ഞതാണ്. വേണ്ടത് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് ഏത് നിമിഷവും എന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതി ഒഴിവാക്കിയാൽ ഒരു പരിഭവമില്ല, സന്തോഷമുണ്ട്. ഈ പ്രചരണത്തിന് ഇറങ്ങും അവസാന നിമിഷം തിരുവനന്തപുരത്തെങ്കിലും? എനിക്ക് പറയാൻ പറ്റത്തില്ല. സസ്പെൻസാണ്. ഞാൻ നടന്നു വരുന്ന ദേശം കാണുന്നില്ലേ? നടപ്പിലെ പ്രശ്നമുണ്ട്, ശക്തമായ നടുവേദനയുണ്ട്, ശക്തമായ മുട്ടുവേദനയുണ്ട്. ഇത് രണ്ടും കോവിഡിൻ്റെ പാർശ്വഫലമാണ്. കോവിഡ് പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിന് വരുന്നതിന് മുമ്പും എല്ലാം സംസാരിക്കുമ്പോഴൊക്കെ ഇപ്പം പ്രതിദിന പ്രോഗ്രാമൊക്കെ നിശ്ചയിക്കുന്നത് ചെറിയാൻ ഫിലിപ്പാണെന്ന്. അല്ല, ചെറിയാൻ ഫിലിപ്പല്ല, KPCCയുടെ മാധ്യമ വിഭാഗമാണ് പരിപാടി നിശ്ചയിക്കുന്നത്. അത് ചെയർമാൻ ചെറിയാൻ ഫിലിപ്പാണ്. ഒരു കോർഡിനേഷൻ വേണ്ടേ? അല്ല, എൻ്റെ ചോദ്യം ഈ ചെറിയാൻ ഫിലിപ്പുമായിട്ടുണ്ടായിരുന്നു. ചെറിയാൻ ഫിലിപ്പിനോട് പാർട്ടി നീതി കാട്ടിയെന്ന് ഇപ്പോൾ കരുതുന്നു. ഇപ്പോൾ പണ്ടത്തെ സന്തോഷ സഹചാരിയായിരുന്നു. നീതി കാണിച്ചിട്ടില്ല, പാർട്ടി നീതി കാണിച്ചിട്ടില്ല. അപ്പം അതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ ഇപ്പോൾ തിരിച്ചുവരവ്? ഞാൻ കാരണക്കാരനല്ല, അദ്ദേഹം തന്നെ സ്വയം എല്ലാം തീരുമാനിച്ചതാണ്. നീതി കാണിച്ചില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ നന്ദി. അങ്ങയുടെ പ്രതീക്ഷ പോലെ തെരഞ്ഞെടുപ്പ് ഫലവും വരട്ടെ. സ്റ്റേറ്റിൽ വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാ ആശംസകളും.